ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ ഇനി ഉണ്ടാകുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ്. കൂടാതെ ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുമായിട്ട് ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. Chariot, Seven of Cups, Knight of Cups, Devil, Seven of Wands, Four of Pentacles. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട് ആദ്യം. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതായത് ഈ ഒരു വ്യക്തി എത്രയൊക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോയാലും, നിങ്ങളെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും നിങ്ങൾ ഇവിടെ മാറാനും വിട്ടുപോകാനും തയ്യാറാകാത്ത എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ സെവൻ ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു അതായത് ഈ ഒരു ബന്ധം എങ്ങോട്ടാണ് പോകുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാത്ത ഒരവസ്ഥയാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ എത്ര അകന്നു പോയാലും ആ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ നിങ്ങളുടെ എനർജി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു നൈറ്റ് ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്കരികിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വീണ്ടും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെങ്കിലും വീണ്ടും ഈ ഒരു വ്യക്തി അതായത് ഒരു ആവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി ചില പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതാണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു വ്യക്തിക്കൊരു പക്വതയില്ലാത്ത ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഡബിൾ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വീണ്ടും വന്നാലും വീണ്ടും നിങ്ങൾ വേദനിക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങൾ കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഇതിൽ അകപ്പെട്ട ഒരു എനർജിയാണ് കാണിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇനി ഈ ഒരു വ്യക്തി വന്നാലും ഇനി മാറി നിൽക്കണം, അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ആദ്യമായിട്ടല്ല നിങ്ങളിൽ നിന്ന് ഇവിടെ അകന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് പല സമയങ്ങളിലും ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് അവർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ആദ്യത്തെ ഒരു സംഭവമല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു സെവൻ ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങൾക്കുള്ള ഒരു ഉപദേശമാണ്. അതായത് വീണ്ടും വീണ്ടും നിങ്ങൾ വേദനയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളൊരു ഉപദേശമാണ്. അതായത് ഈ ഒരു വ്യക്തി ഇനി വീണ്ടും തിരികെ വരികയാണെങ്കിൽ ഒരു ബൗണ്ടറി വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ മാറാൻ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി എത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും, എത്രയൊക്കെ നിങ്ങളോട് ഒരു അകലം ഇട്ടാലും ആ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്വഭാവം മാറുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് പഴയ കാര്യങ്ങളെല്ലാം ക്ഷമിച്ച് വീണ്ടും ആ ഒരു വ്യക്തിയോടൊത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു നിങ്ങളുടെ ആ ഒരു രീതി ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഒരു ഫോർ ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ മാറാനായിട്ട് തയ്യാറല്ല, വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അതുപോലെ നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങളുടെ ഇതുവരെയുള്ള ആ ഒരു ചിന്താ രീതി അത് മാറ്റാനായിട്ടും തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി ഒന്ന് മാറ്റി പിടിക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിലും നിങ്ങൾക്കിവിടെ ആവർത്തിച്ച് പെയിൻ തരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു കാർമിക് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ തരുന്ന വേദനകളിലൂടെ നിങ്ങൾ ചില പാഠങ്ങൾ ശ്രമിക്കാനായിട്ട്, അതായത് പാഠങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്കിവിടെ പെയിൻ തന്നെ ആ ഒരു വ്യക്തി തന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒന്ന് മാറുക.
അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വന്നാൽ വീണ്ടും ബൗണ്ടറി വെക്കുക. കൂടാതെ നമുക്കൊരു നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏത് വ്യക്തിയാണോ ഓർത്തത് അതിൽ താമസിയാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വരുന്നതായിട്ടും ഇവിടെ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.